പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടി ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും കർത്താവ് ധാരാളമായി ഈ പ്രഭാത സമയത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ശലോമോന്റെ വാക്കുകളാണ്. താൻ പറയുകയാണ്, ദൈവം താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ അവനൊരു നിവാസാലയം, എന്നേക്കും വസിപ്പാനുള്ള ഒരു ആലയം, ദേവാലയം, ഒരു ഗൃഹം ഇതാ പണിതിരിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടുമുള്ളതായ ഒരു ഡിക്ലറേഷനാണ് ശലോമോൻ പറയുന്നത്. ശലോമോനോട് ദൈവം പറഞ്ഞു, ഞാൻ കൂരിരുളിൽ വസിക്കുമെന്ന്. എന്നാൽ ശലോമോൻ ദൈവത്തിന് ആലയം പണിഞ്ഞപ്പോൾ ശലോമോന്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ. ദൈവത്തിനകത്ത് വരികയും പുറത്തു വരികയും ചെയ്യുവാൻ എന്ത് മെഷർമെന്റ് ആണ് ഈ വാതിലിന് കൊടുക്കേണ്ടത്? ദൈവം ശലോമോനോടും തന്റെ പിതാവിനോടും ചോദിച്ച ഒരു ചോദ്യം, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം, നിങ്ങൾ പണിയുന്ന ആലയം ഏതുവിധം? അപ്പോൾ ഭൂമിയിൽ കാല് വെച്ച് ആ കാലിൽ ഉയർന്ന് ഇരിക്കുന്ന സിംഹാസനം സ്വർഗത്തിൽ ഇത്ര മഹത്തായ വലിയൊരാലയം എങ്ങനെ പണിയും? മനുഷ്യന്റെ കൈകളാൽ പണിയാൻ കഴിയാത്ത ഒരു അളവ്. ദൈവം ശലോമോനോട് പറഞ്ഞു, ഞാൻ കൂരിരുളിൽ വസിക്കുന്നു, നീ എനിക്ക് പണിയുന്ന വാതിൽ ഏതുവിധം? അങ്ങനെ കൂരിരുളിൽ വസിക്കുന്ന ദൈവത്തിന്റെ അളവെടുക്കാൻ ശലോമോന് കഴിയത്തില്ല എന്ന് ശലോമോൻ ഉറപ്പിച്ചു. എന്നാൽ ആലയം പണിയണമല്ലോ. അങ്ങനെ ശലോമോന് ഒരു കാര്യം മനസ്സിലായി, ദൈവം ആത്മാവാകുന്നു. അവന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ അങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. തന്റെ അപ്പനും അവൻ ആലോചന കൊടുത്തു, മോനെ, ദൈവത്തിന്റെ അളവ് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഈ സകലാഖിലാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം, തന്റെ അളവുകൾ മനുഷ്യൻ അവരുടെ സ്വതവേ രൂപരേഖ തയ്യാറാക്കാതിരിക്കേണ്ടതിന്, കണക്ക് കൂട്ടാതിരിക്കേണ്ടതിന്, വരച്ചുണ്ടാക്കാതിരിക്കേണ്ടതിന്, തന്നെക്കുറിച്ചുള്ളതായ ഒരു ധാരണയിൽ, ഒരു ഭാവനയിൽ തന്നെ ഒരു രൂപം പോലും ഉണ്ടാക്കാതിരിക്കേണ്ടതിന് മനുഷ്യ ദൃഷ്ടികൾക്ക് മാറി കൂരിരുളിൽ മറഞ്ഞിരിക്കുന്ന ദൈവം. പിന്നെ ദൈവത്തെ കാണണമോ? കാണാം. എങ്ങനെ കാണും? എത്ര വലിയ വാതിൽ, എത്ര ചെറിയ വാതിൽ. നീ പണിയുന്ന ആലയത്തിന്റെ വാതിൽ എത്ര ചെറുതാണെങ്കിലും ഒരു സൂചി മുട്ടിന് മാത്രം വലിപ്പമുള്ള ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ എങ്കിലും അതിൽ കൂടെ കടക്കുന്ന ഒരാത്മദൈവത്തെ ദർശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിനൊരാലയം പണിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ വലിപ്പത്തെ കാണുമ്പോൾ, ആത്മാവാകുന്ന ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, നമ്മുടെ കണ്ണുകളാൽ അല്ലെങ്കിൽ നഗ്ന നേത്രങ്ങളാൽ ഇമാജിനേഷൻ ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ രൂപത്തെ, ദൈവത്തിന്റെ സ്വരൂപത്തെ നമ്മുടെ ആത്മാവിൽ ദർശിക്കുമ്പോൾ, നമ്മുടെ ചെറിയ ഹൃദയത്തിൽ കടന്നു വന്ന് വലിയവനായ ദൈവം സിംഹാസനമിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിന്റെ മർമ്മമാണ്. അതാണ് ശലോമോൻ വെളിപ്പെടുത്തുന്നത്. ശലോമോൻ ദൈവത്തോട് പറയാണ്, ദൈവമേ, നീ എന്നോട് പറഞ്ഞത് നീ കൂരിരുളിൽ വസിക്കുന്ന ദൈവമാണെന്ന്. എന്നാൽ നിനക്കൊരാലയം ഞാൻ പണിതപ്പോൾ അതിന് പണിതിരിക്കുന്നതായ വാതിലുകളും അതിൻ്റെ ഇരിപ്പിടങ്ങളും നീ എന്നേക്കും വസിക്കേണ്ടതിന് ഞാൻ ആത്മാവിൽ കൂടെ ചില ദർശനങ്ങൾ നിന്നിൽ നിന്ന് പ്രാപിച്ചു. നീ ആത്മാവാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. പ്രൈസ് ദി ലോർഡ്.
പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ കണ്ണുകൾ പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ സർവശക്തനായ ദൈവത്തെ നിന്റെ കണക്കുകൂട്ടലുകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും നീ ഒരു രൂപവും ഭാവവും വലിപ്പവും ഒക്കെ നീ ദർശിക്കുന്നുവെങ്കിൽ നിനക്കൊരിക്കലും ദൈവത്തിന് ആലയമായി മാറാൻ കഴിയില്ല. നിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ആ സമർപ്പണം ദൈവസന്നിധിയിൽ അത് അംഗീകാരമായി തീരുന്നത് ദൈവത്തെ യഥാർത്ഥമായിട്ടുള്ളതായ ആ കാഴ്ചപ്പാടിൽ കൂടെ ആത്മാവാകുന്ന ദൈവത്തെ, സ്നേഹമാകുന്ന ദൈവത്തെ ആ സ്നേഹത്തിൽ കൂടെയും ആത്മാവിൽ കൂടെയും ദർശിക്കുന്ന ഒരു ദർശനം നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദർശനമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയദൃഷ്ടികൾക്ക് അങ്ങനെ ഒരു പ്രകാശനമുണ്ടെങ്കിൽ മാത്രമേ ആ ദൈവത്തിന് വേണ്ടി പണിയുന്ന ആലയത്തിൽ ദൈവം കടന്നു വരികയുള്ളൂ. ശലോമോൻ അത് ദർശിക്കുകയുണ്ടായി. ശലോമോൻ ഒരു കാര്യം മനസ്സിലായി, കൂരിരുളിൽ വസിക്കുന്ന ദൈവത്തിന്റെ അളവെടുക്കാൻ കഴിയില്ല. പക്ഷെങ്കിൽ എന്റെ കണ്ണുകൾ വിശ്വാസത്താൽ പ്രകാശിപ്പിക്കപ്പെടണം. അവൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. മനുഷ്യൻ എത്ര വലിയ മനോഹരമായ കെട്ടിടങ്ങൾ പണിതിരുന്നാലും ശരി, മനുഷ്യൻ പണിയുന്ന കൈപ്പണികളിൽ ഒന്നും ദൈവം വസിക്കുന്നില്ല. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണ്. അവന്റെ ആത്മാവ് വസിക്കുന്ന നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ മന്ദിരം മനുഷ്യ മനസ്സാണ്, മനുഷ്യന്റെ ഹൃദയമാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ വലിയവനായ ദൈവം വന്ന് വസിക്കുന്നതിനിടയായിത്തീരും. നമ്പർ 2, കൂരിരുളിൽ വസിക്കുന്ന ദൈവം ഏതന്ധകാരത്തെയും പ്രകാശഭരിതമാക്കുവാൻ സർവശക്തനാണ്. ശലോമോന്റെ പിതാവ് ഈ പരമരഹസ്യം കണ്ടുപിടിച്ചതിന് ശേഷം താൻ പാടുകയാണ്, കൂരിരുളിൽ താഴ്വരകളിൽ കൂടെ ഞാൻ നടന്നാലും ശരി, ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കൂരിരുളിൽ കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ കൂരിരുളിനെ പ്രകാശഭരിതമാക്കുന്ന, മുൻപോട്ടുള്ള യാത്ര എനിക്ക് സുഗമമാക്കുന്നതായ ഒരു മഹാശക്തി, എനിക്ക് കാണാൻ കഴിയാത്തൊരു ശക്തി, എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തൊരു ശക്തി, എൻ്റെ ആത്മനേത്രങ്ങൾ കൊണ്ട് മാത്രം ദർശിക്കാൻ കഴിയുന്ന ആ ശക്തിയെ ഞാൻ കൂരിരുൾ താഴ്വരകളിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൂരിരുളിൽ പാർക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തിക് ഡാർക്ക്നെസ്. ഇംഗ്ലീഷിൽ അതിന് പറഞ്ഞിരിക്കുന്നത് കട്ടി കൂടിയതായ ഈ കൂരിരുൾ, ഇരുട്ട്. ഒരു രീതിയിലും നിനക്ക് കാണാൻ കഴിയില്ല, ദൈവത്തിന്റെ ഒരു ആകൃതിയും കാണാൻ കഴിയില്ല. എന്നാൽ മഹാദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ളതായ ഒരു പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നാം കടന്നു പോകുന്ന ഏത് കൂരിരുളിനെയും പ്രകാശഭരിതമാക്കി നിന്റെ ജീവിതത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ദൈവത്തെ കൊണ്ട് സാധിക്കും. നിന്റെ ചെറിയ ഹൃദയത്തിൽ ദൈവം വസിച്ച് അതിനെ വലിയ ആലയമാക്കി മാറ്റി വിശ്വാസത്തിൽ നിന്നെ വളർത്തിയെടുക്കുവാൻ, ഏത് കഷ്ടതകളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു മഹാശക്തിയുടെ അധിവാസം നിന്നിൽ അടങ്ങിയിരിക്കുന്നതായി നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ നിന്നും ഏത് പ്രതികൂലതകളുടെ മധ്യത്തിലും നിരാശകൾ മാറിപ്പോകുന്നു, അധൈര്യം മാറിപ്പോകുന്നു. നിന്റെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും വരുമ്പോൾ കൂരിരുളിൽ വസിക്കുന്നവനായ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വലിയ നിന്റെ ചെറിയ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ വാസസ്ഥലമാക്കി മാറ്റി പ്രകാശഭരിതമാക്കി കൂരിരുളിലിരിക്കുന്നവർക്ക് വിടുതൽ, അന്ധതയിലിരിക്കുന്നവർക്ക് വിടുതൽ, ബന്ധനത്തിലിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുവാൻ കടന്നു വന്നതായ കർത്താവിന്റെ ആ വലിയ ദൗത്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനിടയായിത്തീരും. ആ ദൗത്യം നിന്നിലേക്ക് കടന്നു വരുമ്പോൾ ബന്ധനത്തിലും കൂരിരുളിലും അന്ധതമസിലും ഇരിക്കുന്നവരെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ ആഴത്തിലേക്ക് ഇറങ്ങി, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി അവൻ ബദ്ധന്മാരെ പിടിച്ചു ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം പിടിച്ചുയർത്തുന്ന ബദ്ധന്മാരുടെ കൂട്ടത്തിൽ ആകുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നും എന്നും ദൈവം കരങ്ങൾ പിടിച്ചിട്ടുള്ളതായ ഒരനുഭവം. ഏത് പാതകളിൽ കൂടെ നടക്കുമ്പോഴും
നിന്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു സർവശക്തിയെ, മഹാശക്തിയെ, സ്നേഹത്തെ, ആത്മബലത്തെ നിന്റെ ജീവിതത്തിൽ ദർശിക്കുന്നതിനിടയായിത്തീരും. ആ ദർശനമാണ് നമ്മെ വഴി നടത്തുന്നത്. ശലോമോൻ പറഞ്ഞ ആ വാക്കുകളിലേക്ക് വീണ്ടും വരാം. 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ദൈവം എന്നോട് പറഞ്ഞത് താൻ കൂരിരുളിൽ വസിക്കുമെന്നാണ്. അതുകൊണ്ട് ദൈവത്തെ ദർശിക്കുവാനും ദൈവത്തിന്റെ ഒരളവും രൂപവും മനസ്സിലാക്കുവാനും ഭാവം മനസ്സിലാക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. 2-ാം വാക്യം. എങ്കിലും ഞാൻ അവനെന്നേക്കും വസിക്കുവാൻ ഒരു ഭവനം, ഒരു വാസാലയം, ഒരു നിവാസാലയം ഞാൻ പണിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസത്താൽ പണിഞ്ഞ ആലയത്തിലേക്ക് ദൈവം കടന്നു വരും. അക്ഷരീകമായ ജ്ഞാനത്തോടുകൂടി പണിതിരിക്കുന്ന ആലയങ്ങളിൽ ദൈവത്തിന് പ്രവേശിക്കുവാൻ സാധ്യമല്ല. വിശ്വാസത്താൽ പണിയുന്ന ആലയം, വിശ്വാസത്താൽ തുറക്കുന്ന വാതിലുകൾ, അതെത്ര ചെറുതാണെങ്കിലും ശരി, സർവശക്തനായ ദൈവം സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠമാക്കി വെച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ആ ഭവനത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, ചെറിയ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിന്നെ ദൈവത്തിന്റെ സാന്നിധ്യ ബോധമുള്ളവനാക്കി നീ പോകുന്നിടത്തൊക്കെയും അനുഗ്രഹത്തിന്റെ പ്രതീകമായി, അഭിഷേകത്തിന്റെ പ്രതീകമായി നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ സഹായിക്കുന്ന വൻകരം, അതിന്റെ സാന്നിധ്യം നിന്നെ മനസ്സിലാക്കുന്നതിനിടയായിത്തീരും. ഈ പ്രഭാതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥമായ ദർശനം, ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമാറാകട്ടെ. അത് നിനക്ക് പ്രകാശമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. God bless you.